ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സാലഡിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാലഡ് റെസിപ്പി. അപ്പോൾ ഈ ഒരു സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സവാള ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ മിഡിൽ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് കനം കുറച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്ലൈസർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കുന്ന സമയത്താണ് നമ്മൾ സാലഡിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ചോറിന് കറിയൊന്നും ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സാലഡാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളിയുടെ മിഡിൽ പോർഷൻ കട്ട് ചെയ്തതിന് ശേഷം ഇതും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളി എടുക്കുന്ന സമയത്ത് ഒരുപാട് വലിപ്പമുള്ള തക്കാളി ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒരു ചെറിയൊരു തക്കാളി എടുത്താൽ മതി, അല്ലെങ്കിൽ ഓവർ പുളിപ്പായി പോവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുന്ന സമയത്താണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പച്ചമുളകാണ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കുക, നിങ്ങൾക്ക് വേണമെങ്കിൽ 2 എണ്ണം ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 തുള്ളി വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വിനാഗിരി എന്തായാലും ചേർത്ത് കൊടുക്കണേ, അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഈ ഒരു സാലഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല സൂപ്പർ സലാഡാണിത്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ചൊരു മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സാലഡ് ഉണ്ടാക്കാൻ വെറും 2-3 മിനിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സാലഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ, എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുള്ളൂ.